ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉരുളങ്കിഴങ്ങ് വെച്ചിട്ട് അടിപൊളി തോരനാട്ടോ. നമ്മുടെ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമല്ല ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കിടയിലും തോരൻ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 6 ഉരുളങ്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടുക. അപ്പോൾ പിന്നെ ഇത് കറുത്ത കളറാവില്ല ഉരുളങ്കിഴങ്ങ്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറുത്ത കളറാകും കുറച്ച് നേരമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതേ സൈസിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എത്ര ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഉരുളങ്കിഴങ്ങ് എടുക്കാൻ. അങ്ങോട്ട് വലിയ സൈസ് ആക്കണ്ട. അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, ആ ഒരു സൈസിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ ശേഷം ഒരു പാൻ ചൂടാക്കി വെക്കുക. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് കേട്ടോ. 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയും അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള ഒരുപാട് അങ്ങോട്ട് വാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളങ്കിഴങ്ങില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഹൈയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ആവശ്യത്തിലുള്ള ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഉരുളങ്കിഴങ്ങ് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഒടിഞ്ഞത് ഇങ്ങനെ പൊടിഞ്ഞു പോകരുത് കേട്ടോ. തൊടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാവണ്ട. വെന്ത് കഴിഞ്ഞാൽ ഒറ്റയായിട്ട് കിടക്കണം. അപ്പോൾ ആ രീതിയിൽ വേവ് മതി കേട്ടോ. ഇനി നമുക്കത് വേവാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു അരപ്പുണ്ടാക്കണം. അരപ്പിനായിട്ട് ഞാൻ ചെറിയ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരക്കണം. ഒരുപാട് അങ്ങോട്ട് തോരൻ അരയ്ക്കുമ്പോൾ വേണ്ട അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിവിടെ വേവിക്കാൻ വെച്ച ഉരുളങ്കിഴങ്ങ ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം വെന്തിട്ടുണ്ടോ എന്ന്. കണ്ട ഒരുപാട് അങ്ങോട്ട് വാടി ഒട്ടിപ്പിടിച്ച പോലെ ആവേണ്ട ആവശ്യമില്ല. നമുക്കത് തോരനായിട്ട് വരുമ്പോൾ ഈ ഉരുളങ്കിഴങ്ങ് ഓരോന്ന് ഒറ്റയായിട്ട് തന്നെ കിടക്കണം. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ അരച്ച് വെച്ച അരപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉരുളങ്കിഴങ്ങിൻ്റെ തോരൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീരുകയും ചെയ്യും. ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടില്ല. ആ അരപ്പ് അതിൻ്റെ മേലെ തന്നെ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ തേങ്ങയുടെ ഇതൊക്കെ നല്ല അതിലേക്ക് ഇറങ്ങി കിട്ടും. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം തുറന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി നമുക്ക് ആ തേങ്ങയുടെ അരപ്പ് ഈ ഉരുളങ്കിഴങ്ങ് എല്ലാ രീതിയിൽ എത്തുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പച്ചമുളക് 3 ഇട്ടല്ലോ. അപ്പോൾ അതിലുള്ളതാണെങ്കിൽ അത് മതി. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഞാൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്, പക്ഷേ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നുന്നത് അതുപോലെ ഒറ്റയായിട്ട് തന്നെ ഉരുളങ്കിഴങ്ങ് കിട്ടണം. ഒരുപാട് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതാണ് കറക്റ്റ് വേവ് നോക്കണം പറയണത്. ഈസ്റ്റ് ആയിട്ടുള്ള തോരനാണ്. ബാക്കിയുള്ള തോരൻ പാടില്ല. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്തിടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.